ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സോണി മാത്യു യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലോറി ലൈഫിൻ്റെ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വീട്ടിലെത്താത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഇന്ന് നമ്മൾ ഗ്രാസ് കട്ടിംഗ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ബാംഗ്ലൂർ ഒരു സ്ഥലത്താണ്, ഒരു ഉള്ളേരിയയിലാണ്, ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നല്ല മുറ്റത്ത് കൂടെയൊക്കെ വിരിക്കുന്ന ഗ്രാസ്, പുല്ല് എവിടുന്നാണ് വരുന്നതെന്ന് ആർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അത് കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ വീഡിയോയും അതുപോലെ ഈ ഗ്രാമത്തിൻ്റെ ഒരു വീഡിയോയൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ട്രിപ്പ് വന്ന് 4 ദിവസമായി ബാംഗ്ലൂർ ശരിക്കും പറഞ്ഞാൽ പെട്ടുകിടക്കായിരുന്നു. പൊതുവെ നാട്ടിൽ എന്താ പറയുക, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓട്ടം തീരെ ഇല്ല. അപ്പോൾ അങ്ങനെയാണെന്ന് പെട്ടെന്നൊരു ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 3 ദിവസമായി കുളിച്ചിട്ട് ആരോടും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോലമല്ല ഈ രീതിക്കായിരിക്കും. അപ്പോൾ എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഇവിടെ നമ്മളിപ്പോൾ തോട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഈ ഗ്രാമത്തിൻ്റെ എന്താ പറയുക ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്താ പറയുക, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. നമ്മുടെ ഇപ്പോൾ ബെല്ലൈക്കൺ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മടിക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇത് കിലോമീറ്ററോളം ഇങ്ങനെ എന്താ പറയുക പുല്ലായിട്ട് നിരന്ന് കിടക്കാണ് കേട്ടോ. ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കാം. അവർക്ക് ഷൂട്ട് ചെയ്യുന്ന ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് വോയിസ് ഒന്നും ഉണ്ടാവുകയില്ല. അത് ജസ്റ്റ് എന്താ പറയുക, ഞാനത് അവിടെ പോയിട്ട് അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു സ്ഥലം. എന്താ പറയുക, ഒരു ഇവിടെ എല്ലായിടത്തും ഒരു ചതുപ്പ് സ്ഥലമാണ് കേട്ടോ. ഗ്രാമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര സംഭവം തന്നെയാണ്. നമ്മുടെ വണ്ടി ഇതോടെ നിർത്തിയിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം. അതിൻ്റെ അപ്പുറത്തേക്ക് വയലുകളാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഭയങ്കര തണുപ്പാണ്, കൊടുത്തണുപ്പാണ്. അതായത് മൂന്നാറൊന്നും ഒന്നുമല്ല, അതുപോലത്തെ തണുപ്പാണ്. ഇപ്പം തന്നെ നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് എന്താ പറയുക, ഗ്രാസ് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ്, വീഡിയോ വ്ളോഗിങ് ആണ്. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാസാണ്. ഇതുപോലെ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് നമ്മുടെ ലോറിയിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ മൊത്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ പണിക്കാർ ഒരു ലോറിയിൽ കയറ്റിക്കൊണ്ടുണ്ട്. രാവിലെ വന്നോ? എത്തേ ഉള്ളൂ. ഫേമസ് ആവും. ഇവിടെ എല്ലാം നല്ല ഉഷാറിൽ പണിയെടുക്കുന്നുണ്ട്. ഇതുപോലെ അട്ടിയാക്കി വെക്കും. ഓ, ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല സ്പീഡായി പണിക്ക്. ಬೇಕ അപ്പോൾ നമുക്ക് അവിടെ ലോറി കയറ്റുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അവിടെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്.
ഹലോ, ഹായ്. വീഡിയോ
അപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഓസ്മോൻ്റെ ചാർജും അതുപോലെ തന്നെ ബാക്കപ്പും മെമ്മറി കാർഡ് ഫുള്ളായി. അപ്പോൾ നമ്മൾ മൊബൈലിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇന്നലെ ലോഡ് കയറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മളങ്ങ് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് അതിന് ശേഷം നമ്മൾ ലോഡ് കയറ്റുക ചെയ്ത്. അപ്പോൾ ഇന്ന് രാവിലെ വെളുപ്പിന് വെച്ചു ഫുൾ ലോഡായി. അപ്പോൾ ഇനി നമ്മൾ കേരളത്തിലേക്ക് പോവുകയാണ്. കണ്ണൂർ പല സ്ഥലത്ത് ഇറക്കാനുണ്ട്. അപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് പുല്ല് വരുന്നത് അല്ലെങ്കിൽ ഗ്രാസ് വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ നാട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ള അവസ്ഥ എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇപ്പം സമയത്തിലായി 10 മണിയായിട്ടായിരുന്നു അല്ലേ? 10:30 മണിയായി. ഇതുവരെ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ ഒരു കുപ്പി വെള്ളം മേടിക്കാൻ പോലും കട പോലും ഇല്ല. ഒരു കുഗ്രാമമാണ്. അപ്പം വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണുന്നില്ല. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ യാത്ര. നമ്മുടെ പൈലറ്റും ഉണ്ട്. പൈലറ്റ് എന്താ തിരക്കിലാണ്, പാട്ട് വെക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു വീട്ടിൽ.